എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ആരാ അത്? നിങ്ങൾ ആരാണെന്നോ ചോദിച്ചത്? ഒരു സുഹൃത്താണെന്ന് കരുതിക്കൊള്ളൂ. സുഹൃത്തോ? നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ മുൻപിൽ. ഭയപ്പെടണ്ട, ഇവിടെ വരുന്ന ആരെയും ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷേ ഒരു കാരണവശാലും സ്ത്രീകൾ ഇവിടെ വരരുത്. അതുമാത്രം ഞാൻ പൊറുക്കില്ല. കാരണം അതൊരു വലിയ കഥയാണ്. കഥയോ? എന്ത് കഥ? എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ സ്വന്തം കഥ. കഥ പറയുന്ന ആളിനെ നേരിൽ കാണാതെ? ഇല്ല, എനിക്ക് രൂപമില്ല. ഈ ഭൂമിയിലുള്ള ഏത് രൂപവും എനിക്ക് കൈക്കൊള്ളാം. നിങ്ങളുടെ ഇടത്ത് വശത്ത് ചുവരിലേക്ക് നോക്കൂ. ആ രൂപവും എന്റേതാകാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ജീവിച്ചിരുന്നപ്പോഴുള്ള എന്റെ രൂപമാണ്. എവിടെയോ കളഞ്ഞുപോയ ആ കൗമാരം ഇന്നും ഞാൻ എന്റെ ഉള്ളിൽ തിരയുന്നു. $25 കേട്ടോ. $10 കേട്ടോ. കടന്നു കളയെന്ന് വിചാരിച്ചു. പണം കൊടു. പൊന്നു മോനെ, ഈ ആഴ്ച ഒന്ന് ക്ഷമിക്കേ. എന്റെ മോക്ക് പ്രസവ ദീന. അടുത്ത ആഴ്ച ഒന്നായിട്ട് കൂട്ടിത്തരാം. വാരടിക്കാതെ പണം എടുക്കളവാ. ഇതുവരെ ഞമ്മള് മുടക്കിയോ മോനെ? 50 രൂപ തന്നിട്ട് 150 രൂപ പലിശ തന്നില്ലേ? കണക്ക് പറയാമോ? അല്ല മോനെ, ഇത്തവണ ശമ്പളം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പലിശയ്ക്കുള്ളതുണ്ടല്ലോ മോനെ. മോനെ അയ്യോ, ആ കാശ് തിരിച്ചു കൊടുക്ക. നീ ആരാടാ ചോദിക്കാൻ? മുതലിന്റെ ഇരട്ടി പലിശ കിട്ടിയിട്ടും ഒരാഴ്ചയോടെ നിനക്ക് ക്ഷമിക്കാമല്ലേ? ന്യായം പറയാതെ പോടാ. എന്താണ് ഇവിടെ കൊച്ചമ്മ എന്നെ അടിക്കാൻ വരുന്നു. മോൾ അച്ഛന്റെ കൂടെ വാ, അമ്മ ഒന്നും ചെയ്യില്ല. അതെ അതെ, അടുത്ത് പിടിച്ചെടുത്ത് ലാളിച്ചോ. പ്രായമായ പെണ്ണ്, കൊച്ചു കുഞ്ഞാണെന്ന് അവളുടെ വിചാരം. അവൾ ഇന്നും എനിക്ക് കുഞ്ഞല്ലേ എന്റെ മാധവി. അമ്മയില്ലാത്ത കൊച്ചല്ലേ, അവൾ എന്തെങ്കിലും അറിവില്ലാതെ തെറ്റിതാ, നീ അങ്ങ് ക്ഷമിച്ചുകളാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ഛന്റെ മോളുടെ ഇഷ്ടം. ഇവര് തമ്മിൽ കണ്ടാ പിന്നെ കീരിയും പാമ്പും പോലെയാ. നീ കീരിയോ പാമ്പോ? കണ്ടില്ലേ പെണ്ണിന്റെ നകളിപ്പ്?
എനിക്ക് ഒന്ന് അടങ്ങി നിൽക്കണേ. ആ നിനക്ക് എനിക്കൊന്നും വേണ്ട, എനിക്ക് അത് മതി. ആ ഞാൻ തരില്ല, ഇത് എനിക്ക് വേണം. എനിക്ക് അത് തന്നെ വേണം. വേഗം കുളിക്കുക ചെയ്യാം, ഊണ് കഴിക്കാം. അമ്മാവാ, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ കാശെല്ലാം ചെലവാക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങൾക്ക് എല്ലാം നിങ്ങളാണ്. നിങ്ങളുടെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. ശരി, നിന്റെ ഇഷ്ടം പോലെ. ചേട്ടാ, സോമന് പെട്ടെന്ന് തളർന്നു വീണു. വല്ലാതെ തീർക്കുന്നുണ്ടല്ലോ. അവൾക്ക് ഇത് സാധാരണ വരാറുള്ളതല്ലേ, കുറെ സമയം കഴിയുമ്പോ മാറിക്കോളും. ഓമനെ, 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 ഓമനെ. ഒരു ചായ ഉണ്ട്. രണ്ട് ചായ. ഇവിടെ വെക്കടാ. ആദ്യം ചോദിച്ചു ഞാൻ എവിടെ വെക്കണം? ഇവിടെ വെക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ആര് വേണമെങ്കിലും എടുത്തു. ഇതുവരെ തന്നത് പലിശ, ഇത് മുതല്. മുതലാളി, എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം. എന്താ വരുമുള്ള വിശേഷം? മോക്ക് നല്ല സുഖമില്ല. ഓമനിക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ചു. പരമോള് പോയിക്കോളൂ. ഓ, ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം. ഓ മോനെ, ഓമനയ്ക്ക് പനി വളരെ കൂടുതലാണ്. ഓമനെ, ചേട്ടൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാനിരുന്നതാ. ഈ രാത്രി ഇനി എന്ത് ചെയ്യും മോനെ? അമ്മാവൻ വിഷമിക്കണ്ട. നാളെ രാവിലെ മുതലാളിയുടെ കുറച്ച് പണം ഞാൻ കടം വാങ്ങിക്കാം. ഓമനെ നാളെ തന്നെ നമുക്ക് ടൗണിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്ത് കാര്യം? ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാരാ? അതെല്ലാം അവിടെ വന്നറിയാം. കാർ നിർണയിച്ചിട്ടുണ്ട്.
ഇത്തവണത്തേക്ക് മാപ്പ്. മാപ്പ് എനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. റോബർട്ട്, കൊണ്ടുവയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിരിക്കാൻ വഴിയില്ല. ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഖാദർ എന്നോട് പറഞ്ഞു. വീരന്മാരെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാചുലേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. വെരി ഗുഡ്. നിന്നെപ്പോലുള്ളവരുടെ സേവനമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായില്ല. ഇന്നലെ വരെ ഒരു നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന നിനക്ക് ഇന്നു മുതൽ ആവശ്യമുള്ള പണം ഞാൻ ശമ്പളമായി തരാൻ പോവുകയാണ്. ആവശ്യമുള്ള പണമോ? യെസ്. അതിനൊക്കെ ജോലി? സമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന എല്ലാ ജോലികളും നാം ചെയ്യേണ്ടി വരും. ഓഹോ, കള്ളക്കടത്തായിരിക്കും. ആ, സാധാരണക്കാരുടെ ഭാഷയിൽ അതിന് കള്ളക്കടത്തെന്നും പറയും. പക്ഷേ പറയുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാവുന്ന തൊഴിലല്ലാതെ. ക്ഷമിക്കണം സാർ, എനിക്ക് മാന്യമായൊരു തൊഴിലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം പുലർത്തിക്കൊള്ളാം. നിങ്ങളുടെ ഭീമമായ ശമ്പളം പറ്റിയുള്ള കൊലച്ചോറ് എനിക്ക് ആവശ്യമില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് എതിർക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. നിനക്ക് പോകാം. അവന്റെ മാന്യമായ ഒരു തൊഴിൽ. ഈ കുട്ടിക്ക് തലച്ചോറ് സംബന്ധമായ അസുഖമാണ്. ഉടനെ നല്ലൊരു ഡാക്ടറെ കാണിക്കണം. വൈദ്യരെ താമസിക്കണ്ട, ഉടനെ വേണം. ഞാൻ വരട്ടെ. മോളെ, ഓമനെ, ഓമനിക്ക് മോള് കരയാതെ. വിജയൻ ഇപ്പൊ പണവും കൊണ്ടുവരും. എന്നാൽ ഉടനെ നമുക്ക് ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. അഡ്വാൻസ് വേണം പോലും. നീ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കുഴപ്പം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു. നീ ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് ഞാൻ ധരിച്ചില്ല. ഞാൻ പറയുന്നത് കേൾക്കണം സാർ. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും നിന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. സാർ, യു മേ ഗോ ഔട്ട്. അല്ല മോനെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഓമനയ്ക്ക് അസുഖം കൂടുതലാണ്. ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടെന്നു? അപ്പൊ എന്റെ മോള് ഉടനെ നല്ല ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ എന്റെ മോളുടെ ജീവൻ അപകടത്തിലാകുമെന്നാണ് വൈദ്യര് പറഞ്ഞത്. ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കണോ? അമ്മ വിഷമിക്കണ്ട. ഓമനെ നമുക്ക് വലിയ ഡോക്ടറെ കാണിക്കാം.